നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അടുപ്പത്തെക്കുറിച്ചാണ്. പക്ഷേ ഇത് വെറും ശാരീരികമായ അടുപ്പത്തെക്കുറിച്ചല്ല. അതിനും അപ്പുറം രണ്ടുപേർ തമ്മിലുള്ള വിശ്വാസത്തെയും ഒരു തുറന്നുപറച്ചിലിനെയുമൊക്കെക്കുറിച്ചാണ്. ഒരു ബന്ധത്തിലെ ഈ ഇൻറ്റിമസി എങ്ങനെ കൂടുതൽ ആഴമുള്ളതാക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? എങ്ങനെയാണ് വിരലുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീക്ക് ആനന്ദം നൽകാൻ കഴിയുക? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിന് വളരെ പ്രാക്ടിക്കലായ വ്യക്തമായ ചില ഉത്തരങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു ശാരീരികമായ അടുപ്പത്തിനു മുമ്പ് അതിനൊരടിത്തറ വേണം. ആ അടിത്തറ എന്ന് പറയുന്നത് വൈകാരികമായൊരു കണക്ഷനാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. പല സ്ത്രീകൾക്കും ചിലപ്പോൾ അവരുടെ ശരീരത്തെക്കുറിച്ച് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാവാം. സ്വാഭാവികമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് നീ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ സുന്ദരിയാണ് എന്നത് കേൾക്കുന്നത് അവർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്, അത് ഭയങ്കര വലുതാണ്. അത് അവരെ ശരിക്കും റിലാക്സ് ചെയ്യാൻ സഹായിക്കും. ഇത് വെറുമൊരു വാക്കല്ല, നിങ്ങൾ അവരെ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറുമൊരു ശാരീരികമായ പ്രവൃത്തിയായിട്ട് കാണരുത്. മറിച്ച് നിങ്ങളുടെ ബന്ധത്തിലെ ആ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കാനും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെയുണ്ട് എന്ന് പറയാതെ പറയാനുമുള്ളൊരു വഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ വൈകാരികമായ കണക്ഷൻ സ്ട്രോങ് ആയ ശേഷം നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ സൈഡിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എപ്പോഴും പതുക്കെ തുടങ്ങുക. ഒരു തിരക്കും കൂട്ടരുത്. ഒരു കളിയുടെ മൂഡിൽ വളരെ ജെന്റിലായിട്ട് തുടങ്ങുക. നേരെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗത്തേക്ക് പോകുന്നതിനു പകരം അതിനു ചുറ്റുമുള്ള ഏരിയകളിൽ നിന്നും തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് പ്യൂബിക് മൗണ്ടിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് പതുക്കെ ക്ലിറ്റോറൽ ഹുഡിലേക്ക് വരാം. നിങ്ങളുടെ സ്പർശനം എപ്പോഴും ലൈറ്റായിരിക്കണം, ഒരു കളിയുടെ രൂപത്തിൽ. ഒരു തിരക്കും വേണ്ട. പതിയെ പതിയെ ആ ഒരു ആവേശം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ടാവും. അതെന്താണെന്നുവെച്ചാൽ, നമ്മൾ പുറത്ത് കാണുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ് ക്ലിറ്റോറിസ്. അതിൻ്റെ ഭൂരിഭാഗവും ശരീരത്തിന് ഉള്ളിലാണ്. അപ്പോൾ ഇതെന്തിനറിയുന്നതെന്ന് ചോദിച്ചാൽ, ആ ഭാഗം മുഴുവനായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, അപ്പോൾ തുടക്കം എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയാണ് ശരിയായ താളം കണ്ടെത്തുന്നത്? ഇവിടെയാണ് നമ്മൾ നമ്മുടെ പങ്കാളിയുടെ റിയാക്ഷൻസ്, അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വരുന്നത്. നോക്കൂ, ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ പലതരം ടെക്നിക്കുകൾ പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന്, ക്ലിറ്റോറിസിന് മുകളിൽ വശങ്ങളിലേക്ക് മെല്ലെ തലോടുന്നത്, അല്ലെങ്കിൽ വിരൽത്തുമ്പുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഡ്രം ചെയ്യുന്നത് പോലെ ചെയ്യുന്നത്, അങ്ങനെ പലതും. ഓരോന്നും പരീക്ഷിച്ച് അവരുടെ ശരീരഭാഷയിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കണം എന്താണവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഒരു ഭാഗത്ത്, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരേയൊരു നിയമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനം. അതെ, ഇതാണ് ആ റൂൾ. നിങ്ങളുടെ പങ്കാളി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കി നിങ്ങളുടെ വേഗതയും പ്രഷറും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവരുടെ ശരീരത്തിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ശ്വാസമെടുക്കുന്നതിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചെറിയ ചെറിയ സൂചനകളില്ലേ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗൈഡ്. പുറമേയുള്ള ഉത്തേജനം ഒരു പീക്കിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാവുമ്പോൾ പൂർണ്ണ സമ്മതത്തോടെ മാത്രം ഉള്ളിലേക്ക് കടക്കുക. ഇതെപ്പോഴും ഓർക്കണം. സമ്മതം അഥവാ കൺസെന്റ്, അതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. ഉള്ളിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സ്പോട്ടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും: ജി സ്പോട്ടും എ സ്പോട്ടും. യോനിയുടെ മുകൾ ഭിത്തിയിലാണ് ഇവ രണ്ടുമുള്ളത്. ജി സ്പോട്ട് കുറച്ചുകൂടി പ്രവേശന കവാടത്തിൻ്റെ അടുത്തായിരിക്കും. അതേസമയം എ സ്പോട്ട് കുറച്ചുകൂടി ഉള്ളിലായിരിക്കും, സെർവിക്സിനടുത്തേക്ക്. ഈ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ചില സ്ത്രീകൾക്ക് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം നൽകാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴും പതുക്കെ തുടങ്ങുക. ഉള്ളിലെ വിരലുകൾ കൊണ്ട് പതിയെ ഇളക്കുന്നതുപോലെ ഒരു സ്റ്റേറിംഗ് മോഷൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുന്നതുപോലെ ഒരു കം ഹിതർ മോഷൻ. ഇതൊക്കെ പരീക്ഷിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, പുറമേയുള്ള ഉത്തേജനം നിർത്തരുത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പലപ്പോഴും കൂടുതൽ എഫക്റ്റീവായിരിക്കും. പിന്നെ ആവശ്യമെങ്കിൽ നല്ലൊരു ലൂബ്രിക്കന്റ് ഉപയോഗിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതലെന്താണ്? നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ടെക്നിക്കുകൾക്കും മുകളിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ശ്രദ്ധയും സമ്മതവും. ഒന്ന് നോക്കിക്കേ, ടെക്നിക്ക് അറിയുന്നത് നല്ലതാണ്. അത് നമുക്ക് തുടങ്ങാനൊരു ഐഡിയ തരും. പക്ഷെ അതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നിങ്ങളുടെ പങ്കാളി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നത്. അതിലാണ് യഥാർത്ഥ ആനന്ദമുള്ളത്. ശരീരശാസ്ത്രം പഠിക്കുന്നത് ഹെൽപ്ഫുള്ളാണ്, പക്ഷേ ഇഷ്ടങ്ങളെക്കുറിച്ചും ഇഷ്ടക്കേടുകളെക്കുറിച്ചും തുറന്നു സംസാരിക്കുന്നതിന് പകരമായിട്ട് വേറൊന്നുമില്ല. അവസാനം ഒരൊറ്റ കാര്യം ഓർക്കുക: ഓരോ സ്പർശനത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടാത്ത സമ്മതമാണ്. ഒരു കാര്യം നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്:
പല സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിലൂടെ ഓർഗാസം അനുഭവിക്കുന്നതിനേക്കാൾ എളുപ്പം വിരലുകൾ കൊണ്ടുള്ള ഉത്തേജനത്തിലൂടെ അത് നേടാനാണ്. ഇത് മനസ്സിലാക്കുന്നത് രണ്ടുപേർക്കും ഒരുപോലെ സംതൃപ്തി നൽകുന്നൊരു ബന്ധത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോ ഈ അറിവൊക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ചോദ്യം ഇതാണ്: ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ പങ്കാളിയുമായി സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ തുറന്ന് കൂടുതൽ സത്യസന്ധമായി സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ?